ഹായ് ഓൾ. ഇന്ന് നമ്മൾ PSC ചോദിച്ച ഫിസിക്സിലെ കുറച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? അത് 0 ഒരു കേന്ദ്രീകൃത ദ്രവത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും. ഈ പ്രസ്താവന ഏത് നിയമമാണ്? അത് പാസ്കൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു കേന്ദ്രീകൃത ദ്രവത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും. ഇത് ഏത് നിയമമാണ്? ഇത് പാസ്കൽ നിയമമാണ്. അടുത്തത്, പ്രൊജക്റ്റൈൽ മോഷന് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? പ്രൊജക്റ്റൈൽ മോഷൻ ഉദാഹരണമാണ് ജാവലിൻ്റെ സഞ്ചാരം, മിസൈലിൻ്റെ സഞ്ചാരം, റോക്കറ്റിൻ്റെ സഞ്ചാരം. അതായത് നമുക്ക് ആ മൂന്ന് ഓപ്ഷനിൽ നിന്നും പ്രൊജക്റ്റൈൽ മോഷൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? അപ്പോൾ എയും ബിയും സിയും ഇവിടെ ശരിയാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, അടുത്തത്, ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഇവിടെ DLV-TB ആണ് ഇതിൽ ഉൾപ്പെടാത്തത്. 37 ഡിഗ്രി സെൽഷ്യസിന് സമാനമായിട്ടുള്ള ഫാരൻഹീറ്റ് സ്കെയിലിലെ താപനില എത്രയാണ്? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. മഴവില്ലുണ്ടാകുന്നതിന് കാരണം പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസമാണ്? എയും ബിയും സിയും കാരണമാകുന്നു. ആന്തരിക പ്രതിഫലനം, അപവർത്തനം, പ്രകീർണനം ഇവയെല്ലാം ഇതിന് കാരണമാണ്. അപ്പം മഴവില്ലുണ്ടാകുന്നതിന് കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആന്തരിക പ്രതിഫലനമുണ്ട്, അപവർത്തനമുണ്ട്, പ്രകീർണനമുണ്ട് കേട്ടോ. ഈ 3 എണ്ണത്തിൽ ഏത് വന്നാലും അതിൻ്റെ ഉത്തരം എന്താണ്? ശരിയാണ്. മഴവിലുണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള പ്രതിഭാസം ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ചിലപ്പം നമുക്ക് ചില ഓപ്ഷനിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം മാത്രമേ തരുള്ളൂ. അപ്പോഴോർത്തോണം, ആന്തരിക പ്രതിഫലനമുണ്ട്, അപവർത്തനമുണ്ട്, അതുപോലെ തന്നെ എന്താണ്, പ്രകീർണനവുമുണ്ട്. ഇവയെല്ലാം മഴവില്ലുണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള പ്രതിഭാസങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശബ്ദതരംഗത്തിൻ്റെ പ്രത്യേകത താഴെ പറയുന്നവയിൽ ഏതാണ്? ശബ്ദതരംഗത്തിൻ്റെ പ്രത്യേകതയാണ് ചോദിച്ചിരിക്കുന്നത്. ശബ്ദം അനുദൈർഘ്യ തരംഗമാണ്. ശരിയാണ്, ശബ്ദം ഒരു അനുദൈർഘ്യ തരംഗമാണ്. അടുത്തത്, അനുപ്രസ്ഥ തരംഗമാണ്. അപ്പോൾ അത് തെറ്റാണല്ലോ. അനുദൈർഘ്യ തരംഗമാണ് ശബ്ദം. സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ശരിയാണ്. പ്രകാശത്തേക്കാൾ ഡിഫ്രാക്ഷൻ കൂടുതലാണ്. അതും ശരിയാണ്. ശബ്ദത്തിന് പ്രകാശത്തേക്കാൾ ഡിഫ്രാക്ഷൻ കൂടുതലാണ്. അപ്പോൾ ശബ്ദവുമായി ബന്ധപ്പെട്ട് ശബ്ദതരംഗത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മളോട് ചോദിച്ചത്. അതിൽ 1, 3, 4 അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. അടുത്തത്, ജഡത്വ നിയമം പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഗലീലിയോ. നിയമം പ്രസ്താവിച്ച ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ. അടുത്തത്, ഭൂഗുരുത്വ സ്ഥിരാങ്കത്തിൻ്റെ യൂണിറ്റ് എന്ത്? അത് ന്യൂട്ടൺ മീറ്റർ പെർ സ്ക്വയർ കിലോഗ്രാം സ്ക്വയർ ആണ് കേട്ടോ. ഭൂഗുരുത്വ സ്ഥിരാങ്കത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ പെർ സ്ക്വയർ കിലോഗ്രാം സ്ക്വയർ. ഒരു ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 10 സെൻറ്റിമീറ്റർ ആയാൽ വക്രത ആരം എത്രയാണ്? അത് 20 സെൻറ്റിമീറ്റർ ആണ്. ഫോക്കസ് ദൂരത്തിൻ്റെ ഇരട്ടിയായിരിക്കും വക്രത ആരം എപ്പോഴും. അടുത്തത്, AC-യെ DC ആക്കി മാറ്റുന്ന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? AC-യെ DC ആക്കി മാറ്റുന്ന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഡയോഡ്. ഏതാണ്? ഡയോഡ്. അടുത്തത്, വജ്രത്തിലൂടെയുള്ള പ്രകാശത്തിൻ്റെ പ്രവേഗം എത്രയാണ്? 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. വജ്രത്തിലൂടെയുള്ള പ്രകാശത്തിൻ്റെ പ്രവേഗമാണ് 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് വജ്രത്തിലൂടെയുള്ള പ്രകാശത്തിൻ്റെ പ്രവേഗം. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം ഏതാണ്? അത് യുറാനസ് ആണ് കേട്ടോ. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്തത് യുറാനസ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് ഏതാണ്? ഇവയിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് ഏതാണ്? അത് LPG ആണ്. ബാക്കിയെല്ലാം പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. സൗരോർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജമെല്ലാം. അടുത്തത്,
തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഏതാണ്? അത് ഊഷ്മാവാണ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഊഷ്മാവ്. ദോലനത്തിന് ഉദാഹരണം ഏതാണ്? ഊഞ്ഞാലിൻ്റെ ചലനമാണ് ദോലനത്തിന് ഉദാഹരണം. അതുപോലെ ക്ലോക്കിൻ്റെ പെൻഡുലും ഒക്കെ ദോലനത്തിന് ഉദാഹരണമാണ് കേട്ടോ. അടുത്തത്, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? എന്ത് മാറ്റം സംഭവിക്കും? ഗതികോർജം 4 ഇരട്ടിയാകും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ അതിൻ്റെ ഗതികോർജം 4 ഇരട്ടിയാകും. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം, അതാണ് അതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ആ വസ്തുവിൻ്റെ ഭാരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? ഇവിടെ ഓറഞ്ച്, നീല, പച്ച, വയലറ്റ്. അതിൽ ഓറഞ്ചിനാണ് തരംഗദൈർഘ്യം കൂടുതൽ. ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് ജൂളാണ് കേട്ടോ. അടുത്തത്, ബയോ ഇന്ധനം കൊണ്ട് ഓടിച്ച ആദ്യത്തെ റോക്കറ്റാണ് സ്റ്റാർ ഡസ്റ്റ് 1.0. ബയോ ഇന്ധനം കൊണ്ട് ഓടിച്ച ആദ്യത്തെ റോക്കറ്റാണ് സ്റ്റാർ ഡസ്റ്റ് 1.0. DRDO ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നിർമ്മിച്ചെടുത്ത ഒരേ സമയം ഒന്നിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാനുതകുന്ന ലോഞ്ചറാണ് പിനാക്ക. ഓക്കെ, DRDO ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഒരേ സമയം ഒന്നിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ സഹായിക്കുന്ന ലോഞ്ചർ പിനാക്ക. താഴെ പറയുന്നവയിൽ ഏതാണ് പുതുക്കാവുന്ന ഊർജത്തിൻ്റെ ഉറവിടം? അതേതാണ്? സോളാർ എനർജിയാണ് അല്ലേ. വീണ്ടും വീണ്ടും നമുക്ക് കിട്ടുന്നതാണ് സോളാർ എനർജി. സൺ ഈസ് ദ സോഴ്സസ് ഓഫ് എനർജി അല്ലേ. എല്ലാ എനർജിയുടെയും ഉറവിടം സൂര്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുതുക്കാവുന്ന ഊർജം എന്ന് പറയുന്നത് സോളാർ എനർജിയാണ്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഒരു സമയം കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ലഭ്യമാകാത്തവയായിട്ട് മാറുന്നു. ഓക്കെ, അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പ്രകൃതിയിലെ അടിസ്ഥാന ബലം തിരഞ്ഞെടുക്കുക. ഏതാണ്? ഭൂഗുരുത്വ ബലമാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ പ്രകൃതിയിലെ അടിസ്ഥാന ബലം. ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമമാണ് പാസ്കൽ നിയമം. ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം ഏതാണ്? അത് പാസ്കൽ നിയമമാണ്. അടുത്തത്, ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ ലെൻസിൻ്റെ പവർ എത്രയാണ്? +5 ആയിരിക്കും കേട്ടോ. +5 ഡയോപ്റ്റർ ആണ്. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് +5 ഡയോപ്റ്റർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 30 സെൻറ്റിമീറ്റർ. ഇവിടെ വക്രത ആരമാണ് തന്നിരിക്കുന്നത് 30 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ ഫോക്കസ് ദൂരം എത്രയായിരിക്കും? വക്രത ആരത്തിൻ്റെ പകുതിയായിരിക്കും, 15 സെൻറ്റിമീറ്റർ. എന്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം? എന്തിൻ്റെയാണ്? ദൂരത്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം. പ്രകാശവർഷം എന്തിൻ്റെ യൂണിറ്റാണ്? പ്രകാശവർഷം ദൂരത്തിൻ്റെ യൂണിറ്റാണ്. 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. ശരിയാണ്. വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. ശരിയാണ്. സോണാറിൽ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. അത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഇവിടെ വരുന്നത് 1ഉം 2ഉമാണ്. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്നു. അടുത്തത്, നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവ് അല്ല, പോസിറ്റീവാണ്. ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവാണ്. ഒരു വസ്തു ചെരിവ് തലത്തിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തിയും എന്താണ്? അത് നെഗറ്റീവ് പ്രവൃത്തിയാണ്. അടുത്തത്, നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ/സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്രയാണ്? അത് 6 മീറ്റർ/സെക്കൻഡ്² ആയിരിക്കും. നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ/സെക്കൻഡ് ആയാൽ അതിൻ്റെ ത്വരണം 6 മീറ്റർ/സെക്കൻഡ് ആയിരിക്കും. 6 ആണ് കേട്ടോ. അടുത്തത്, ഫോക്കസ് ദൂരം 20 സെൻറ്റിമീറ്റർ ഉള്ള കോൺവെക്സ് ലെൻസിൻ്റെ വക്രത ആരം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 40 സെൻറ്റിമീറ്റർ ആണ്. 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 5 മീറ്റർ/സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ
വസ്തുവിൻ്റെ ആക്കം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10 കിലോഗ്രാം മാസ്സുള്ള ഒരു വസ്തു 5 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ ആക്കമാണ് 50 കിലോഗ്രാം. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ്, 50 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നും SSLV-D-2 വിക്ഷേപിച്ച് ഭ്രമണപഥത്തിൽ എത്തിച്ച ഉപഗ്രഹങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയ ഉപഗ്രഹം ഏതാണ്? അത് ആസാദി സാറ്റ് 2 ആണ്. മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികളാണ് ആസാദി സാറ്റ് 2വിൻ്റെ പിന്നിൽ. ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില എത്രയാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തിരഞ്ഞെടുക്കുക. ഈ വായു, മെർക്കുറി, ജലം, മെഥനോൾ. ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിത ജലത്തിനാണ്. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഗുരുത്വ ബലമാണ്. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഗുരുത്വബലം. മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ്? അത് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. വാഹനങ്ങളിൽ, യന്ത്രങ്ങളിലും ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നത് ഡാഷ് മൂലമാണ്. നിരങ്ങൾ ഘർഷണം മൂലമാണ്. സംഗീതത്തിലെ സപ്തസ്വരങ്ങളായ സരിഗമ പദ നി ഇവയിൽ ആവർത്തി ഏറ്റവും കൂടിയ സ്വരം ഏതാണ്? അത് നീ ആണ് കേട്ടോ. വജ്രത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ തിളക്കത്തിലാണ്. ഈ തിളക്കത്തിന് കാരണം എന്താണ്? അത് പൂർണ്ണാന്തര പ്രതിഫലനമാണ്. വജ്രത്തിൻ്റെ തിളക്കത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് പൂർണ്ണാന്തര പ്രതിപതനം, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഓക്കെ, അടുത്തത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയാണ്? 373 കെൽവിനാണ് കേട്ടോ. 10 കിലോഗ്രാം മാസ്സുള്ള ഒരു വസ്തുവിനെ നിരപ്പായ തറയിലൂടെ 10 മീറ്റർ വലിച്ചു നീക്കുന്നുവെങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എന്താണ്? അത് 0 ഓക്കെ, 10 കിലോഗ്രാം മാസ്സുള്ള വസ്തുവിനെ നിരപ്പായ തറയിലൂടെ 10 മീറ്റർ വലിച്ചു നീക്കുന്നുവെങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എത്രയാണ്? 0 ഓക്കെ, അടുത്തത് ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനം. അത് ഫ്യൂവൽ സെല്ലാണ്. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനമാണ് ഫ്യൂവൽ സെല്ല്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് കിലോഗ്രാം. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? അത് സൂര്യനാണ്. ഓക്കെ, മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതിയാണ് വികിരണം. ഓക്കെ, മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ നമ്മുടെ പ്രകാശം അല്ലെങ്കിൽ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നത് വികിരണം. താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏതാണ്? അത് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നതാണ് അല്ലേ. അപ്പം ദോലന ചലനം എന്താണെന്ന് നമുക്കറിയാം. പെൻഡുലത്തിൻ്റെ ചലനമൊക്കെ നമ്മൾ പറഞ്ഞു, ഊഞ്ഞാലിൻ്റെ ചലനമൊക്കെ പറഞ്ഞു. അടുത്തത് ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതന കോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോണ് എത്രയായിരിക്കും? അത് 60 ഡിഗ്രി തന്നെയാണ്. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം ഏതാണ്? പ്രതല ബലമാണ് കേട്ടോ. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം പ്രതല ബലമാണ്. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് എവിടെയാണ്? ഖരവസ്തുക്കളിലാണ്. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിൽ. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? 4 ഡിഗ്രി സെൽഷ്യസിൽ. മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതികോർജം ഇരട്ടിയാകും. ഒരു ചില്ലുപാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അത് പൊട്ടിപ്പോവാൻ കാരണം എന്താണ്? ചില്ലുപാത്രത്തിൻ്റെ താപചാലകത കുറവായതിനാലാണ് അത് പൊട്ടിപ്പോകുന്നത്. അപ്പോൾ നമ്മളൊരു ചില്ലുപാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഗ്ലാസ്സൊക്കെ വിണ്ടുപോകും. കാരണം എന്താ? ഈ ചില്ലുപാത്രത്തിൻ്റെ താപചാലകത കുറവാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനെ കുറിച്ച് താഴെ പറഞ്ഞിരിക്കുന്നവയിൽ തെറ്റെന്താണ്? ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ആര്യഭട്ട. ശരിയാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ചിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ വിക്രം സാരാഭായിയാണ്. ISRO സ്ഥാപിച്ചത് 1962 തെറ്റാണ്. ISRO ഇന്ത്യൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിന് റിപ്പോർട്ട് ചെയ്യുന്നു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത്
R&D പ്രോത്സാഹിപ്പിക്കാനായി 2007 മുന്നോട്ട് വെച്ച അംബ്രല്ല പദ്ധതി ഏതാണ്? എന്താണത്? നാനോ സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ളതാണ് കേട്ടോ. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചലിക്കുന്ന വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ ചലനം മന്ദഗതിയിലാകുന്നു. അപ്പോൾ ചെയ്ത ജോലി എന്താണ്? അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? നെഗറ്റീവാണ് കേട്ടോ. ഭൂമിയുടെ പിണ്ഡം ആരവും 1% കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം അവിടെ വർദ്ധിക്കും. 2 സമാന്തരതല കണ്ണാടികൾക്കിടയിൽ നിക്ഷേപിക്കാവുന്ന ചിത്രങ്ങളുടെ എണ്ണം അത് അനന്തമാണ് കേട്ടോ. അതായത് എണ്ണമില്ല, അതിന് അനന്തമാണ് അവിടെ. മെർക്കുറസ് നൈട്രേറ്റ് എന്ന സംയുക്തം കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് പ്രഫുല്ല ചന്ദ്ര റായ്. ഡാഷ് ISROയുടെ വിപണന വിഭാഗമാണ്. അത് ISROയുടെ ബഹിരാകാശ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ആഭ്യന്തര അന്തർദേശീയ ഉപഭോക്താക്കൾക്ക് വിപണനം ചെയ്യുന്നത്. ഏതാണ്? ആൻഡ്രിക്സ് ആണ് കേട്ടോ. ISROയുടെ വിപണന വിഭാഗം ആൻഡ്രിക്സ്. താഴെ പറയുന്നവയിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ് അല്ലാത്തത് ഏത്? പ്രകൃതിവാതകം. ഓക്കെ, അടുത്തത് ഹരിതഗൃഹ വാതക ഉദ്യമനത്തിൻ്റെ പ്രധാന പങ്ക് ഡാഷാണ്. ഏതാണ്? അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. ഹരിതഗൃഹ വാതക ഉദ്യമനത്തിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്ന വാതകമാണ് ഏത്? അത് കാർബൺ ഡൈ ഓക്സൈഡ്. ISROയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് നിർമ്മിച്ചത്. ഹരിതഗൃഹ പ്രഭാവ വാതകങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? അതിൽ നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്, ശരിയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്, ശരിയാണ്. മീഥേൻ ഒരു ഹരിതഗൃഹ വാതകമാണ്, ശരിയാണ്. അപ്പോൾ നമ്മുടെ 3 പ്രസ്താവനകളും ശരിയാണ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിൻ്റെ മൂല്യം എത്രയാണ്? 0 ആണ്. 2 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ 2 മീറ്റർ ഉയരത്തിൽ എത്തിക്കാൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം, 39.2. മരീചിക എന്ന പ്രതിഭാസം ഏത് പ്രതിഭാസം മൂലമാണ് ഉണ്ടാകുന്നത്? അത് പൂർണ്ണാന്തര പ്രതിഫലനമാണ്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഒരു വസ്തുവിൻ്റെ ചലനത്തിൽ ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി ഏതാണ്? നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഭൂമിയിൽ നിന്നൊരു വസ്തുവിന് നൽകേണ്ട പലായന പ്രവേഗം താഴെ സൂചിപ്പിക്കുന്ന ഏതൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അതിലും ബന്ധപ്പെട്ടിരിക്കുന്നത് ഭൂമിയുടെ മാസും ഭൂമിയുടെ ആരവുമാണ് കേട്ടോ. ഭൂമിയുടെ മാസും ഭൂമിയുടെ ആരവുമാണ് പലായന പ്രവേഗം. ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിന് നൽകേണ്ട പലായന പ്രവേഗം സൂചിപ്പിക്കുന്നത് ബന്ധപ്പെട്ടിരിക്കുന്നത് ഭൂമിയുടെ മാസും ഭൂമിയുടെ ആരവുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഭൂഗർത്ത ത്വരണം ജിയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ. ജിയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു, ശരിയാണ്. ധ്രുവപ്രദേശങ്ങളിൽ ജിയുടെ മൂല്യം ഭൂമധ്യരേഖാ പ്രദേശത്തേക്കാൾ കൂടുതലായിരിക്കും, ശരിയാണ്. ഒരു വസ്തുവിൻ്റെ ഭാരം തീരുമാനിക്കുന്നത് ജിയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ്, അതും ശരിയാണ്. ഒരാനയും ഒരു ഉറുമ്പും നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ ജിയുടെ മൂല്യം 2 പേർക്കും തുല്യമായിരിക്കും. എല്ലാ പ്രസ്താവനകളും ഇവിടെ ശരിയാണ്. ത്വരണവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ഇവിടെ ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും മിഥ്യാപ്രതിബിംബമായിരിക്കും, ശരിയാണ്. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമായിരിക്കും, ശരിയാണ്. 2 പ്രസ്താവനകളും ശരിയാണ്. ഒരു മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്ര തത്വം ഏതാണ്? അത് പാസ്കൽ നിയമമാണ്. 2 വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതി ആക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും? അത് 4 മടങ്ങാകും. അടുത്തത് മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്നതിനുള്ള ISRO പദ്ധതിയുടെ പേരാണ് ഗഗൻയാൻ. മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്നതിനുള്ള ISRO പദ്ധതിയാണ് ഏത്? ഗഗൻയാൻ. ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച പേടകത്തിൻ്റെ പേരാണ് വോസ്റ്റോക്ക് 1.
ചാന്ദ്രദിനമായി ആചരിക്കുന്നത് ജൂലൈ 21. ഐസുരുകി ജലമാകുമ്പോൾ അതിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? ഐസുരുകി ജലമാകുമ്പോൾ അതിൻ്റെ വ്യാപ്തം കുറയുന്നു. ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബെസോസ് ആരംഭിച്ച ബ്ലൂ ഒറിജിൻ്റെ ആദ്യ ബഹിരാകാശ യാത്രയിലെ യാത്രികനായിരുന്നു ജെഫ് ബെസോസ്. അപ്പോളോ 11 ചാന്ദ്രദൗത്യത്തിലെ കമാൻഡ് മോഡ്യൂളിൻ്റെ പൈലറ്റ് ആയിരുന്ന വ്യക്തി 2021 ഏപ്രിൽ 21 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? മൈക്കിൾ കോളിൻസ് എന്നാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് സ്വഭാവ എക്സ്റേകളുടെ ഉത്ഭവം? എ ആണ് ലക്ഷ്യവുമായി കൂട്ടിയിടിച്ചതിന് ശേഷം കാഥോഡിൽ നിന്നും ഇലക്ട്രോണുകളുടെ എക്സൈറ്റേഷൻ. ഓക്കെ. അടുത്തത് കാലക്രമേണ വീനസിൻ്റെ അന്തരീക്ഷ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാൻ നാസ 2021 പ്രഖ്യാപിച്ച ദൗത്യമാണ് JWST. വൃത്തിയുള്ള ഒരു ഗ്ലാസ് പ്ലേറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെറിയ അളവിലുള്ള മെർക്കുറി ഗോളാകൃതി സ്വീകരിക്കുന്നു. ഇതിന് പിന്നിലെ കാരണം എന്താണ്? പ്രതലബലമാണ്. മൈക്രോവേവ്, അൾട്രാവയലറ്റ് രശ്മികൾ, റേഡിയോ തരംഗങ്ങൾ, ഇൻഫ്രാറെഡ് രശ്മികൾ എന്നിവ അവയുടെ ഊർജത്തിൻ്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുക. അപ്പോൾ ഓപ്ഷൻ സി ആണ് റേഡിയോ തരംഗങ്ങൾ, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് രശ്മികൾ, അൾട്രാവയലറ്റ് രശ്മികൾ. ഈ ഓർഡറിലാണ് ഇതിൻ്റെ ഊർജത്തിൻ്റെ രീതിയിലുള്ള ആരോഹണ ക്രമത്തിൽ വരുന്നത്. ഒരു ശരീരം ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ ഭാരം വർദ്ധിക്കുന്നു. ഒരു ശരീരം ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ ഭാരം വർദ്ധിക്കുന്നു. അടുത്തത് ക്രിക്കറ്റ് ബോൾ 45 ഡിഗ്രി കോണിൽ തിരശ്ചീനമായി മുകളിലേക്ക് എറിഞ്ഞാൽ അതിൻ്റെ പരമാവധി ഉയരത്തിൽ പ്രവേഗ ത്വരണം തമ്മിലുള്ള കോണളവ് എത്രയാണ്? 90 ഡിഗ്രി, ഇരട്ടിയാണ്. ഒരു വസ്തുവിനെ നിശ്ചലമായി നിലനിർത്തുന്ന ഒരു ശക്തിയാണ് സ്ഥിതിഘർഷണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 4ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. ഗതിഘർഷണവും സ്ഥിതിഘർഷണവും സമ്പർക്കത്തിലുള്ള പ്രതലങ്ങളുടെ പരപ്പളവിനെ ആശ്രയിക്കുന്നില്ല. അടുത്തത് ഗുരുത്വത്വരണത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഗുരുത്വത്വരണം ഉയരം കൂടുന്നതനുസരിച്ച് കുറയുന്നു. ശരിയാണ്. നമ്മുടെ 2, 4 ശരിയെ. ഗുരുത്വത്വരണം ഉയരം കൂടുന്നതനുസരിച്ച് കുറയും. ഗുരുത്വത്വരണം ആഴം കൂടുന്നതനുസരിച്ചും കുറയും. പ്രകാശ വൈദ്യുത പ്രഭാവവുമായി ചേരാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 4 ചേരാത്തത്. അപ്പം ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജം പ്രകാശ തീവ്രതയ്ക്ക് വിപരീത അനുപാതത്തിലായിരിക്കും എന്നുള്ളതാണ് ചേരാത്തത്. അപ്പോൾ ചേരുന്നത് ഏതൊക്കെയായിരിക്കും? ലോഹോപരിതലത്തിൽ പതിക്കുന്ന ഫോട്ടോണുകളുടെ ഊർജ്ജ തരംഗം ദൈർഘ്യത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ലോഹോപരിതലത്തിൽ പതിക്കുന്ന പ്രകാശത്തിൻ്റെ തീവ്രത ഫോട്ടോണുകളുടെ എണ്ണത്തെ ആശ്രയിക്കുന്നു. അതുപോലെ പ്രകാശ വൈദ്യുത പ്രവാഹം പ്രകാശ തീവ്രതയ്ക്ക് നേരാനുപാതത്തിലായിരിക്കും. അടുത്തത് ഒരു വസ്തുവിൻ്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത്? സി ആണ്. വേഗത = ദൂരം × സമയം എന്നുള്ളത് തെറ്റാണ്. പ്രവൃത്തിയുടെ യൂണിറ്റാണ് ജൂള്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ഏതാണ്? അത് ISRO ആണ്. മനുഷ്യൻ്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ്. ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എഫും പവർ പിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യമാണ് P = 1/f എന്നുള്ളത്. P = 1/f. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏത്? ഓറിയോൺ ആണ്. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണമാണ് ഓറിയോൺ. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപപ്രേഷണം സംവഹനം. 1ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് കത്രിക. പ്രകാശത്തിൻ്റെ പ്രകീർണനത്തിന് കാരണം അപവർത്തനം. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടിവരും? 27 1/3 ദിവസമാണ് വേണ്ടത്. താഴെ തന്നിരിക്കുന്നതിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏതാണ്? ഊഞ്ഞാലിൻ്റെ ചലനമാണ് ദോലനം. അടുത്തത് വിവിധ തരം ദർപ്പണങ്ങളുടെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ സവിശേഷത പരിഗണിക്കുക. ഇവയിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് വായിക്കേണ്ട, കൺഫ്യൂഷനാകും. തെറ്റാണ്. എല്ലാ ഓപ്ഷനും തെറ്റാണ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ ഏത് പേരിൽ അറിയപ്പെടുന്നു? സംവഹനം. സംവഹനം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വേട്ടക്കാരൻ നക്ഷത്രഗണത്തിൻ്റെ വലതു ചുമലിൽ സ്ഥാനത്ത് ചുവന്നു കാണുന്ന നക്ഷത്രം ഏതാ? തിരുവാതിര. മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ ആകെ അളവ് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും. ഇതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ഇതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അപ്പോൾ 1, 2, 3 ശരിയായിട്ടുള്ളത്.
ശരിയായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണാൻ കോൺവെക്സ് ദർപ്പണമാണ് ഉപയോഗിക്കുന്നത്. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖ ദൂരമാണ് സ്ഥാനാന്തരം. ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂള്. വികിരണം വഴിയുള്ള താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. മൂന്നാമത്തേത് മാത്രമാണ് ശരി. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നു. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ. ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂള്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഒരു സദിശ അളവിനുദാഹരണം ത്വരണം. കടൽക്കാറ്റ് കരക്കാറ്റുണ്ടാകുന്ന താപപ്രക്രിയ സംവഹനം. മുമ്പ് ഇപ്പോൾ കണ്ടതേ ഉള്ളൂ. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എഫും ആ ദർപ്പണത്തിൻ്റെ വക്രത ആരം ആറുമായാൽ അതിൻ്റെ F=R/2. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നതിന് ഏതാണ്? വികിരണമാണ് കേട്ടോ. ഒരു സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചത്. അപ്പോൾ അത് 2ഉം 3ഉമാണ് സവിശേഷത അല്ലാത്തത്. അപ്പോൾ സവിശേഷത എന്താ? വസ്തുവിൻ്റെ വലുപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിന്. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും ഏകദേശം തുല്യമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം ഏത് തരം ചലനമാണ്? വർത്തുള ചലനമാണ്. ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ ഏതാണ്? അത് നീരാവിയാണ്. സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏതാണ്? അൾട്രാസോണിക് ആണ് കേട്ടോ. അൾട്രാസോണിക് തരംഗം. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിൻ്റെ പേരാണ് പ്രകീർണനം. താഴെ പറയുന്നവയിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. പാസ്കലാണ്. സെൽഷ്യസും കെൽവിനും ഫാരൻഹീറ്റും ഊഷ്മാവിൻ്റെ യൂണിറ്റാണ്. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. പോൾവാട്ട് താരം ചാടി വീഴുന്നത് ഒരു ഫോം ബെഡിലേക്കായതിനാൽ പരുക്ക് ഏൽക്കുന്നില്ല. ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന ന്യൂട്ടൻ്റെ നിയമം ഏതാണ്? രണ്ടാം ചലന നിയമം. കണ്ണടയ്ക്കുള്ള കുറിപ്പിൽ നേത്രരോഗ വിദഗ്ധൻ എഴുതിയത് -2D എന്നാണ്. ഇത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് ലെൻസാണ്? 50 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസാണ് കേട്ടോ. അടുത്തത്. ഹീറ്റിംഗ് കോയിലുകൾ പലപ്പോഴും നിക്രോം ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. നിക്രോമിൻ്റെ താഴെ സൂചിപ്പിക്കുന്ന ഏതെല്ലാം മേന്മകളാണ് വൈദ്യുത താപന ഉപകരണങ്ങളിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ചുവന്ന് ചുട്ടുപഴുത്ത് ഓക്സീകരിക്കപ്പെടാത്ത ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവ്. ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരി. ഭൂമിയുടെ പലായന പ്രവേഗം എത്രയാണ്? 11.2 km/s ആണ്. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 ആണ്. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? പാസ്കൽ ആണ് കേട്ടോ. പാസ്കൽ നിയമം. താഴെ പറയുന്നവയിൽ ഭൗതിക മാറ്റമായിട്ടുള്ളത് ഏതാണ്? ഐസ് ഉരുകുന്നത്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് സംവഹനം. സംവഹനം എത്ര തവണ ചോദിച്ചു? താഴെ തന്നിരിക്കുന്നതിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ് ചോദിച്ചത്. മണ്ണെണ്ണയാണ് കേട്ടോ. അടുത്തത്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്ന പ്രതിഭാസം അപവർത്തനം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യമാണ് മംഗൾയാൻ. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏതാണ്? അത് മംഗൾയാനാണ്. അതുപോലെ തന്നെ വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഭ്രമണമാണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അത് അപവർത്തനം എന്നാണ്. പിന്നെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നെടുത്ത ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസാണ് റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളിന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.